ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്ന വേറെ ലൈറ്റ്സ് മഴ മാത്രമല്ല സിംഗ് നോക്ക്. ഇവ ഇത് മേടിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തത് ഇത് ചെറുതായി കൊണ്ടുവരണം കേട്ടോടാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടില്ലേ വലിയ കഷ്ണങ്ങളായിട്ട് ഇപ്പൊ ഞാനിത് ചെറുതായി മുറിക്കുന്നത് കണ്ടോ. ഇത് എനിക്ക് ഇരട്ടി പണിയല്ലേ ഇത്. ഇപ്പൊ മേടിക്കാൻ പോകാം എന്ത് തെറ്റാ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ പേര്. ഹലോ ഗൈസ്, അങ്ങനെ കുറെ സംസാരങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഇത് കഴുകാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അടുത്ത കഴിക്കാൻ പോണേ. ഇത് കഴുകി വാരി വെള്ളം പോയി കഴിഞ്ഞെടുത്ത് ശകലം ഉപ്പ് ചേർത്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ പൊടി പച്ചക്ക് ശകലച്ച് ചേർത്ത് കുത്തി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് കറി വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ചിക്കനൊക്കെ കഴുകുവാരി വെച്ചിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് തോന്നുകയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പൊ യൂട്യൂബ് നോക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. ബിരിയാണി ആള് പറഞ്ഞു. എത്ര നാളായിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നതാ പറഞ്ഞ. ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത എന്താ പരിപാടി ചെയ്യാൻ പോകുന്നത് പറ. യൂട്യൂബ് വേപ്പല തിരുമി ഉപ്പിട്ട് തിരുമി ശകലം മഞ്ഞൾപ്പൊടി എല്ലാം കയ്യിലെടുക്കാം ഗൈസ്. ഇവിടെ സ്പൂണൊന്നും ഇല്ല. അതെ, ഇപ്പൊ കണ്ടാൽ യൂട്യൂബിൽ എന്താണ് താഴെ പോകുന്നത്. ഇതെല്ലാം പൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്ന അടുപ്പിലായിട്ട് വിറകടുപ്പില് വിറകടുപ്പിൽ ഉണ്ടായാലാണ് നല്ലോണം ടേസ്റ്റ് കുറവ് എന്താണ് പറയുന്നത്. പക്ഷെ അതല്ല സത്യം. ഇന്നിവിടെ ഗ്യാസ് തീർന്നുപോയി. ചട്ടി ചൂടായി 2 സ്പൂൺ വെച്ച് ഇനി കടുകിടാം. ഇതിനകത്ത് പ്രത്യേക ഒരു രുചിക്കുള്ളൊരു സാധനം ഞാൻ ചേർക്കുന്നത്. കുറച്ച് കടുകിട്ടു, കുറച്ച് ജീരകമാണ് എനിക്ക് ചേർക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പേസ്റ്റ് ആയിട്ട് കുറച്ചില്ല. എന്നാലും നമ്മൾ ഇതിലേക്ക് എത്തി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചിനകത്തേക്ക് ചേർക്കണം. സവാള എൻ്റെ അമ്മയുടെ കുക്കിംഗ് സ്കിറ്റ് കണ്ടോ. ഇപ്പൊ മനസ്സിലായിക്കാണോ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ അതിജീവിച്ചു പോയത്. അപ്പൊ ഗായ്സ്, നമ്മള് ചിക്കൻ പൗഡറിന് വരെ നമ്മൾ ഇടാൻ പോകുന്ന ഈ സാധനമാണ്. ഇതിന് സ്പൈസിനെസ്സോ മസാലക്കൂട്ട് അങ്ങനെയാണ് പറയുന്നത് ഗായ്സ്. അപ്പൊ ഈ സാധനമാണ് നമ്മൾ ഇത് വറുത്ത് പൊടിച്ചിട്ട് വേണം അത്തേക്ക് ഇടാൻ. അപ്പൊ നമ്മളിത് ഇനി മറ്റേ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവോള ഇതൊക്കെ ഇട്ട് പരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വെച്ചിരുന്ന ചിക്കനൊക്കെ വെള്ളം പറ്റി കഴിയുമ്പോഴേക്കും അത്തേക്ക് നമ്മൾ ആടിക്കും. അല്ല ഗൈസ്, അമ്മ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നും കുഴപ്പമില്ലല്ലേ. വാവുമായിട്ടുണ്ട് ഗൈസ്. വാവുമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് എനിക്ക് ചോദിക്കുന്നില്ലെങ്കിലോ. നന്നായിട്ടുണ്ടോ? കുഴപ്പമില്ല. അപ്പം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പം വേറെ രീതി കാണാം. ബൈ.